ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ മുളക് ചെടിയെ കുറിച്ചതാണ്. മുളക് ചെടി എങ്ങനെ മാറ്റി നടുന്ന രീതി എന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇത് എൻ്റെ മുളക് തൈയാണ്. ഇപ്പൊ ഞാനൊരു 6 മാസത്തോളായി നട്ടിട്ട്. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് വരുന്നത് കണ്ടില്ലേ? അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇത് ഗ്രോ ബാഗ് കാണുന്നില്ലേ? ഈ ഗ്രോ ബാഗില് മണ്ണ് തിങ്ങിയിട്ട് വേരിന് അങ്ങനെ പോകാൻ സ്ഥലമില്ല. അപ്പൊ പിന്നെ ഇത് വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് നമുക്ക് മാറ്റി നടാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ അതാണ്. അപ്പൊ നമുക്ക് ഈ ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ട് ഈ ചെടീനെ നമുക്ക് ഗ്രോ ബാഗിൽ നിന്നും എടുക്കാം. ഈ വെള്ള ഗ്രോ ബാഗ് ഒന്നും വലിയ ക്വാളിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ 2 വർഷം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഇത്ര മണ്ണ് നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഇതിൽ ഇത്ര മണ്ണ് വേണ്ട, നമുക്ക് മണ്ണൊക്കെ മാറ്റിയെടുക്കാം. ഒരുപാട് മണ്ണിന്റെ ആവശ്യമില്ലല്ലോ. അതിൽ ചെടിക്ക് തന്നെ കുറച്ച് മണ്ണ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരുപാട് മണ്ണാവും. പിന്നെ വളമൊക്കെ ഇടുമ്പോൾ വീണ്ടും അങ്ങ് നിറയും. അത് കാരണം ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഇതിൽ മണ്ണ് നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ തക്കാളി കൃഷി ചെയ്തതാണ്. വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ പിന്നെ തക്കാളി തന്നെ ഇതിൽ വെക്കണ്ടല്ലോ. ഇതിന് കൊള്ളിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇതങ്ങനെ നമുക്ക് ഇതിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്ന ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നാൽ മാത്രമേ മേൽപോട്ട് നല്ല പോലെ ഫലപുഷ്ടിയോടെ വളരുള്ളൂ ചെടി. അതുകൊണ്ട് ആ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി സൈഡിലെ മണ്ണ് നമുക്ക് കുറച്ച് മാറ്റിക്കളയാം. വേരൊക്കെ കാണുന്നില്ലേ? വേരൊക്കെ തിങ്ങി വന്നത് കാരണമാണ് ഇലകളൊക്കെ മഞ്ഞളിച്ചത്. അപ്പൊ കുറച്ച് മണ്ണ് നമുക്ക് കളയാം. കളയേണ്ട ആവശ്യമില്ല. ഗ്രോ ബാഗിലോട്ടേക്ക് നമ്മൾ മാറ്റി നടുമ്പോൾ പിന്നീട് ഈ മണ്ണ് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഒരു പിടി സൂഡോമോണസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാം. വേരിനൊന്നും പറ്റരുതല്ലോ. മാറ്റി നട്ടതും കൂടിയല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് മാറ്റി നട്ട ആ ഒരു ഇതുണ്ടാവുമല്ലോ ചെടികൾ. അപ്പോൾ അതിന് സൂഡോമോണസ് നമുക്ക് ചുറ്റിലും, തണ്ടിനൊന്നും ആകാതെ ചുറ്റിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ മേലെ കുറച്ച് മണ്ണും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 3 ദിവസം തണലത്തോട്ടേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് വെയിലിലോട്ടേക്ക് വെച്ചാൽ മതി. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിന് എന്തെങ്കിലും വളപ്രയോഗം നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് പൂക്കളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ ഇത് കായായി വരുമ്പോൾ ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
ഇതാ കണ്ടില്ലേ, കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സമയത്താണ് നമ്മൾ ഇത് മാറ്റി നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കായ്കളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ പൊരിച്ചു മാറ്റി നട്ടതൊക്കെയല്ലേ, അപ്പോൾ പിന്നെ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇലകളിലും എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എൻ്റെ ഈ മുളക് ചെടി മാറ്റി നടുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. പിന്നെ എല്ലാവർക്കും കൂടി ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ. അപ്പൊ ഇതുപോലെ കൃഷി രീതിയും പിന്നെ കുക്കിങ്ങും എല്ലാം വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.